കഴിഞ്ഞ കുറേ കാലമായി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഉലയുകയാണ്. ഇപ്പോൾ അത് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു. തുർക്കി അവരുടെ വ്യോമ അതിർത്തികളെല്ലാം തന്നെ അടച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ കപ്പലുകൾക്ക് തുറമുഖത്തിലേക്ക് എത്താൻ ഉള്ള സാധ്യതകളും അടച്ചിരിക്കുകയാണ്. തുറമുഖങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ കപ്പലുകളെ പ്രവേശിപ്പിക്കാനില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചതായി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൂടിയ വെള്ളിയാഴ്ച തുർക്കി പാർലമെന്റ് കൂടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്, ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഹിറ്റ്ലറാണ് എന്നുകൂടി തുർക്കി പറയുന്നു. അവർ പറയുന്നത് ഈ ഹമാസിന് നേരെ നടക്കുന്ന ആക്രമണത്തിൽ ഇതുവരെ 63,025 പേർ കൊല്ലപ്പെട്ടു, 1,59,266 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, 900 പേരെ കാണുവാനില്ല, 121 കുട്ടികൾ ഉൾപ്പെടെ 317 പേർ പട്ടിണി കൊണ്ട് മരിച്ചു. അതുകൊണ്ട് ഇതിനെയും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2023 7 ബില്യൺ വ്യാപാരം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങൾ തമ്മിൽ. എണ്ണയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റുമാണ് തുർക്കിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നവ. ഏതായാലും ആ ഒരു ബന്ധം തകർന്നിരിക്കുന്നു. അതിനെ രൂക്ഷമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഹബാസോങ് ഈ അസർബൈജാനിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് പോകുമ്പോൾ ആ വിമാനത്തിന്, അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വിമാനത്തിന് തുർക്കി അനുമതി നൽകിയില്ല. തങ്ങളുടെ ആകാശപാത ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തുർക്കി അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി തന്നെ ഇസ്രായേൽ തുർക്കി ബന്ധം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുർക്കി യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇതിനു മുൻപും പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ഇടനിലക്കാരനായി അമേരിക്കയാണ് നിലകൊണ്ടിരുന്നത്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അടുത്തതായി തീർക്കാൻ പറ്റുന്ന ഒരു യുദ്ധമായി ഇനി ഇസ്രായേൽ തുർക്കി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.